അപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പ്രൊക്യൂർമെൻറ്റിൽ പറഞ്ഞു. ഫസ്റ്റ് ജോബ് അനാലിസിസ് ആണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് പറഞ്ഞു. ദെൻ തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ആണ്. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിൽ ആദ്യം നമ്മൾ കാണുന്നത് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്നാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ടത് പ്ലേസിംഗ് ദ ഇൻറ്റൻറ്റ് എന്താണെന്നാണ്. പ്ലേസിംഗ് ദ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആളെ ആവശ്യമുണ്ട് എങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്ര ആൾക്കാരുടെ വേക്കൻസി ഉണ്ട്, അവിടേക്ക് ആൾ വേണം എന്ന് പറഞ്ഞിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ ആളെ വേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഇത്ര ആളില്ല, അപ്പോൾ ഒരു 5 പേരെ എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. അതിനെയാണ് പ്ലേസിംഗ് ദ ഇൻറ്റൻറ്റ് എന്ന് പറയുക. അപ്പോൾ ആ ഇൻറ്റൻറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഏത് ജോബിലേക്കാണ് ആളെ വേണ്ടത്, എത്ര പേരെയാണ് ആവശ്യം, എപ്പോഴത്തേക്ക് അവരെ ആവശ്യമാണ്, അവർ ഏത് പീരീഡ് തൊട്ട് ഏത് പീരീഡ് വരെ, എത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ എത്ര മാസത്തേക്കൊക്കെയാണ് അവരെ ആവശ്യം, അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാലറി ഓഫേർഡ് എത്രയാണ്, അതേപോലെ തന്നെ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ ആളെ വേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ആർക്ക് കൊടുക്കും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. അതിനെയാണ് പ്ലേസിംഗ് ദ ഇൻറ്റൻറ്റ് എന്ന് പറയുക. അങ്ങനെ ഒരു റിക്വസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് ഇന്നൊരു വേക്കൻസി വരുന്ന സമയത്ത് ആ വേക്കൻസിയിലേക്ക് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എഡ്വിൻ ബി ഫ്ലിപ്പോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള വേക്കൻസിക്ക് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എവിടെ ഉണ്ടാകും, എവിടെയാണ് കിട്ടുക എന്നുള്ളത് സെർച്ച് ചെയ്യുകയും അതിൻ്റെ സോഴ്സ് കണ്ടെത്തുകയും അവരെ കൊണ്ട് ആ ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റിൽ സോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, എവിടെ നിന്നാണ് നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടാന്നുള്ള ആ സോഴ്സ്. ഇപ്പം നമുക്ക് വേണ്ടത് ഒരു BCom ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണെങ്കിൽ അതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് MTech കഴിഞ്ഞ ആൾക്കാരെയാണ് ആവശ്യമെങ്കിൽ അതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സോഴ്സ് കണ്ടെത്താം. ദെൻ അതേപോലെ തന്നെ അവരെ നമ്മുടെ ഈ ജോബിന് എത്രമാത്രം സ്യൂട്ടബിൾ ആണെന്ന് നോക്കണം. അതേപോലെ തന്നെ അവരിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് റിക്രൂട്ട്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിൽ ഫാക്ടേഴ്സ് ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട് എഫക്ട് ചെയ്യുന്ന, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷനിലുള്ള സർട്ടൻ ഫാക്ടേഴ്സ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പോളിസിയാണ്. ഒരു ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് എംപ്ലോയീസിനെ എടുക്കേണ്ടത് എന്നുള്ളതിന് പോളിസി ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പോളിസി ഓർഗനൈസേഷനെ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് റിക്രൂട്ട്മെന്റ് പോളിസി പ്രകാരം ഒരു വേക്കൻസി വരുമ്പം ഇന്റേണൽ സോഴ്സിൽ നിന്ന് ആളെ എടുക്കാം, അതോ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ആളെ എടുക്കണോ, പിന്നെ ആളെ എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം, എന്ത് രീതിയിലാണ് എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറേ പോളിസികൾ ഉണ്ടാവും. അപ്പോൾ ഓർഗനൈസേഷൻ അവരുടേതായിട്ടുള്ള റിക്രൂട്ട്മെന്റ് പോളിസി ഉണ്ടാവണം എന്നുള്ളതാണ് ഫസ്റ്റ് ഇന്റേണൽ ഫാക്ടർ പറയുന്നത്. റിക്രൂട്ട്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഇന്റേണൽ ഫാക്ടർ. രണ്ടാമത്തെ നോക്കേണ്ടത് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. ലാർജ് ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ എളുപ്പമാണ്, കാരണം നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുതലായിരിക്കും. അപ്പം ഒരുപാട് പോസ്റ്റ് വരുമ്പോൾ കുറേ പേര് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഒരുപാട് പേരിൽ നിന്ന് നമുക്ക് ആവശ്യമായുള്ള ആൾക്കാരെ കൃത്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ആണ് തേർഡ് ഇന്റേണൽ ഫാക്ടർ. അതായത് എംപ്ലോയീസിനെ എടുക്കാനായിട്ട് ഓർഗനൈസേഷന് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ് എത്രമാത്രം ഉണ്ട്, അത് ഓർഗനൈസേഷന് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ ബഡ്ജറ്റ് ചെയ്യണം. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് അതിനനുസരിച്ചാണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ദെൻ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ആണ് അടുത്തത്. അതിൽ ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് അതിനനുസരിച്ച് കൂടുതൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർഗനൈസേഷൻ്റെ അകത്തെ എക്സ്പാൻഷന് ഉള്ള ആ ഒരു എന്താ പറയുക സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ
കൃത്യമായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ, എത്രയാണ് ഓർഗനൈസേഷനിൽ വേണ്ടത്, എപ്പോൾ എത്രയുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവണം. So all these are the internal factors that affect recruitment. Then the next one is external factors that affect recruitment. അതിൽ ഫസ്റ്റ് വൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സ്കിൽഡ് ലേബേഴ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഓർഗനൈസേഷനിലേക്ക് ആളെടുക്കുന്ന സമയത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കണം. ലേബേഴ്സിൻ്റെ എത്രമാത്രം ലേബേഴ്സിന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിയണം. ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന് വേണമെന്നുള്ള ഡിമാൻഡ്, സപ്ലൈ ആൾക്കാരുടെ എംപ്ലോയീസിൻ്റെ അവൈലബിലിറ്റിയാണ്. അപ്പോൾ ലേബേഴ്സ് ഒരുപാട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ആൾക്കാരെ എടുക്കാനായിട്ട് പറ്റും. അതേസമയം നമ്മുടെ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണ്, ലേബേഴ്സിന് കിട്ടാനുള്ളത് അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഹൈ കോസ്റ്റ് കൊടുത്ത് അത്ര നമ്മുടെ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ അല്ലാത്ത ആൾക്കാരെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമുക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനാണ് സാധിക്കുകയുള്ളൂ. ദെൻ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഒരു പോസ്റ്റ് ഇപ്പോൾ ഒരു വേക്കൻസിയിലേക്ക് വിളിക്കുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യും. ഇപ്പം നമുക്ക് അതിനകത്ത് നിന്ന് ഏറ്റവും നല്ല ആൾക്കാരെ, നമ്മുടെ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ദെൻ ഗവൺമെൻറ് പോളിസി. ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് പോളിസികൾ നോക്കണം. അതായത് എത്ര പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരെയാണ് ജനറൽ കാറ്റഗറിയിൽ നിന്ന് എടുക്കേണ്ടത്, SC ST OBC മൈനോറിറ്റീസിനൊക്കെ എത്ര ശതമാനം അവരിൽ നിന്ന് എടുക്കണം, അതേപോലെ തന്നെ ഏത് ഏജ് മുകളിലുള്ളവരെയാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള ഗവൺമെൻറ് പോളിസികളുണ്ട്. അപ്പോൾ ആ പോളിസികളൊക്കെ കൺസിഡർ ചെയ്തിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. ദെൻ ലേബർ മാർക്കറ്റ്. നമുക്ക് ലേബേഴ്സിന് അവൈലബിൾ ആകുന്ന ലേബർ മാർക്കറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ആൾക്കാർ എടുക്കേണ്ടത് ഏത് മേഖലയിൽ നിന്നാണ്. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ വയനാട്ടിലാണെങ്കിൽ വയനാട്ടിൽ നിന്ന് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മുടെ ഓർഗനൈസേഷൻ കണ്ണൂരാണെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരെ കൂടുതൽ, അപ്പം ലോക്കൽ ഏരിയയിൽ നിന്ന് ആൾക്കാരെ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ അതാണ് ലേബർ മാർക്കറ്റ്. ചിലപ്പോൾ ടോപ്പ് ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പുറമേ നിന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നൊക്കെ ആളെ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ കൂടുതലും നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക എന്നുള്ളതാണ് ലേബർ മാർക്കറ്റ് പറയും. ദെൻ സൺസ് ഓഫ് ദ സോയിൽ. അതും സെയിം ആണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ആ ഒരു പ്രദേശത്തെ ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് സൺസ് ഓഫ് ദ സോയിൽ പറഞ്ഞു വെക്കുക. ദെൻ ഓർഗനൈസേഷൻ ഇമേജ്. നമ്മുടെ കമ്പനിക്ക് നല്ല ഇമേജ് ഉണ്ട് എങ്കിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, എളുപ്പത്തിൽ നമുക്ക് ആൾക്കാരെ ലഭിക്കും. കാരണം ചില ആൾക്കാർക്ക് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ അവർക്ക് അഭിമാനമായിട്ട് തോന്നാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നല്ല ഇമേജ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ റിക്രൂട്ട്മെന്റ് വളരെ ഈസി ആയിരിക്കും. ദെൻ ലേബർ ലെജിസ്ലേഷൻ. ലെജിസ്ലേഷൻ അതായത് നിയമങ്ങൾ, തൊഴിലാളി സംബന്ധമായിട്ടുള്ള നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ചൈൽഡ് ലേബറൊക്കെ പ്രോഹിബിറ്റഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയുള്ള ആൾക്കാരെയാണ് എടുക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ നിയമങ്ങളും വശങ്ങളൊക്കെ നോക്കിയതിന് ശേഷമേ ആളെ എടുക്കാനായിട്ട് പാടുള്ളൂ. ദ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്. എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് നോക്കാം. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് ആണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പ്ലാനിംഗ് ആണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ആദ്യം പ്ലാനിംഗ് ആണ്. അതായത് എത്ര ആൾക്കാരെയാണ് എടുക്കേണ്ടത്, എങ്ങനെയുള്ള ആൾക്കാരാണ് എടുക്കേണ്ടത്, എന്ത് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു പ്ലാനിങ് നടത്തണം. ദെൻ സെക്കൻഡ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് സ്ട്രാറ്റജി. ഇപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആളെ എടുക്കുന്നത് ഇന്റേണലി ആണോ എക്സ്റ്റേണലി ആണോ, ഉള്ള ഓർഗനൈസേഷൻ ഉള്ള ആൾക്കാരെ തന്നെ അടുത്ത പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണോ, അത് പുറമേ നിന്ന് ആളെ എടുക്കുകയാണോ, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. ദെൻ ഏത് രീതിയിലാണ് ഇവർ റിക്രൂട്ട് ചെയ്യേണ്ടത്, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. അപ്പം അതിനകത്ത് റിക്രൂട്ട് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യേണ്ടത്. ദെൻ ലോക്കൽ ഓർഗനൈസേഷൻ, ലോക്കലിൽ നിന്നാണോ അതോ ഇന്റർനാഷണൽ സോഴ്സിൽ നിന്നാണോ റിക്രൂട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഇവർ കണ്ടെത്തേണ്ടത്, ഏതൊരു പീരീഡിലേക്കാണ് ഇവർ റിക്രൂട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു സ്ട്രാറ്റജീസ് ഇവർ ഡെവലപ്പ് ചെയ്യുക. അതാണ് സെക്കൻഡ് പ്രോസസ്. തേർഡ് വൺ പറയുന്നത് സെർച്ചിങ് ആണ്. സെർച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ജോബിന് ഈക്വൽ ആയിട്ടുള്ള അതിന് ആവശ്യമുള്ള ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ സ്കില്ലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എവിടെ നിന്നാണ് കണ്ടെത്താനായിട്ട് സാധിക്കുക, അതാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർക്ക് ഇന്ന ജോബ് ചെയ്യാനായിട്ട് ഇത്ര വേക്കൻസി ഉണ്ട്, അപ്പോൾ അതിന് ആളെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഇന്റന്റ് റിക്വസ്റ്റ്
ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്രയും ആൾക്കാർ, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയാണോ ഉള്ളത്, അപ്പോൾ ആ ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സിലേക്ക് എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം. അതായത് ന്യൂസ് പേപ്പറിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയാസിലൂടെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ച് ആ ഒരു സോഴ്സിനെ കണ്ടെത്തുക. അതാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്ക്രീനിങ് ആണ്. അപ്പം നമ്മൾ സോഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അവരിലേക്ക് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അപ്പം ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് സ്ക്രീനിങ് എന്ന് പറയുക. ആപ്ലിക്കേഷൻസ് നോക്കുക, ചെക്ക് ചെയ്യാം. അപ്പം അതിനകത്ത് നമുക്ക് ക്വാളിഫൈഡ് ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അവരെ കണ്ടെത്തുന്നതാണ് സ്ക്രീൻ. അപ്പം നമ്മൾക്ക് ആ സ്യൂട്ടബിൾ അല്ലാത്ത ആൾക്കാരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുകയും ചെയ്യാം. ദെൻ ഇവാലുവേറ്റിംഗ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്ത് എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ 3 മെത്തേഡ്സ് ആണുള്ളത്. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. അതിൽ ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ ഫസ്റ്റ് വൺ സ്കൗട്ടിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ക്യാമ്പസ് ഇന്റർവ്യൂ, അതിനാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉള്ള ക്യാമ്പസിൽ പോയിട്ട് ഇപ്പം ഡിഗ്രി PG ലെവലിലൊക്കെ കോഴ്സ് കഴിയാൻ നിൽക്കുന്ന കുട്ടികളെ ഇന്റർവ്യൂ ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യാം. അതാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമ്പസ് ഇന്റർവ്യൂ ആണ്. ദെൻ എംപ്ലോയി കോണ്ടാക്ട്സ്. അപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോട് അവർക്ക് പരിചയമുള്ള ആൾക്കാർ, നമ്മുടെ ഈ വേക്കൻസിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്തിട്ട് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിച്ച് അവരെ സെലക്ട് ചെയ്യുന്നതാണ് എംപ്ലോയി കോണ്ടാക്ട് എന്ന് പറയുന്നത്. ദെൻ മാൻഡ് എക്സിബിറ്റ്സ്. അപ്പം അതിനകത്ത് ഏതെങ്കിലും സെമിനാറിലോ കോൺഫറൻസിലോ എക്സിബിഷനോ ഒക്കെ നടക്കുന്ന സമയത്ത് ഇന്ന ഓർഗനൈസേഷനിൽ ഇത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് ആൾക്കാരെ ഇൻഫോം ചെയ്യുക, അങ്ങനെ അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുക. അതാണ് മാൻഡ് എക്സിബിറ്റ്സ് എന്ന് പറയും. ദെൻ വെയിറ്റിംഗ് ലിസ്റ്റ്. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് ബാക്കിയുള്ളവരുടെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. പുതിയ വേക്കൻസി വരുന്ന സമയത്ത് അവരിൽ നിന്ന് ആ വെയിറ്റിംഗ് ലിസ്റ്റ് നാളെ എടുക്കുക, അതിനെയാണ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ആർ ഡയറക്റ്റ് മെത്തേഡ്. ദെൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തുകൊണ്ട് ന്യൂസ് പേപ്പറിലോ ജേർണലിലോ TV-യിലോ ഒക്കെ ഏതെങ്കിലും മീഡിയാസിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത്ര വേക്കൻസി ഉണ്ട് എന്ന് ആൾക്കാരോട് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് അവരെ സോഴ്സ് കണ്ടെത്തി അവരെ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. ദെൻ തേർഡ് പാർട്ടി മെത്തേഡ് ഉണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ ക്വാളിഫൈഡ് ആയി കഴിയുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യും, പേര് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആളെ കണ്ടെത്തുക, അതാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഈ രീതിയിലാണ് നമ്മൾ ആൾക്കാരെ കണ്ടെത്തുക, റിക്രൂട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ഇന്റേണൽ സോഴ്സസും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്, അവർ ഏത് സോഴ്സിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇന്റേണലിയും കണ്ടെത്താം, ഓർഗനൈസേഷനകത്തുനിന്നും കണ്ടെത്താം, പുറമേ നിന്നും ആളെ കണ്ടെത്താം. സാധാരണ പുറമേ നിന്നാണ് നമ്മൾ ആൾക്കാരെ കൂടുതലായിട്ട് എടുക്കാറ്. അപ്പോൾ ആ ആൾക്കാരെ എടുക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളതാണ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പറഞ്ഞു വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഇന്റേണൽ സോഴ്സ് ആണ് പറയുന്നത്. ഇന്റേണലി നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വേക്കൻസി വരുമ്പം നമുക്ക് അയാളെന്ത് ചെയ്യാം, ട്രാൻസ്ഫർ കൊടുക്കാം, പ്രൊമോഷൻ കൊടുക്കാം. ഇനി എന്തെങ്കിലും അയാൾ പോരായ്മകളൊക്കെ വരുത്തുന്നതെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഡിമോഷനും ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഓൾറെഡി അപ്പോയിന്റ് ചെയ്തൊരു എംപ്ലോയീനെ അടുത്ത വേറൊരു ജോബിലേക്ക് അല്ലെങ്കിൽ അതേ തന്നെ ജോബ് വേറൊരു ഇതിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദെൻ അയാൾക്ക് ഹയർ ലെവലിലൊരു വേക്കൻസി വരുമ്പം അതിലേക്ക് എന്താ പറയുക, ഹയർ ലെവലിലേക്ക് അയാൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി അയാൾ വർക്ക് ചെയ്യുന്ന ലെവലിൽ നിന്ന് താഴേക്ക് തരം താഴ്ത്തുന്നതാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിലും അയാളുടെ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് വരും. അത് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ്, അതുകൊണ്ടാണ് അതിന് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എക്സ്റ്റേണൽ സോഴ്സ് ആണ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ പുറമേന്ന് ആളെ റിക്രൂട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ് ആണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ നോട്ടീസ് ബോർഡിൽ നമ്മൾ വേക്കൻസി ഇന്ന കാറ്റഗറിയിൽ ഇത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് നോട്ടീസ് നമ്മൾ കൊടുക്കും. അതാണ് നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ്. അപ്പോൾ അത് അവിടുത്തെ എംപ്ലോയീസിനും ഇനി പുറമേ നിന്ന് ആരെങ്കിലും വന്ന് അവിടുത്തെ നോട്ടീസ് ബോർഡ് ജോലി അന്വേഷിക്കുന്ന ആൾക്കാർ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ വന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും ഈ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ ഇത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും.
ദെൻ അടുത്ത അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മളെ ചില ആൾക്കാർ എപ്പോഴെങ്കിലും ഒരു ജോലി ഇവിടെ വേക്കൻസി വരുമ്പോൾ ജോലി ലഭിക്കട്ടെ എന്ന് കരുതിയിട്ട് ഓർഗനൈസേഷൻ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിലും സ്വയം ആപ്ലിക്കേഷൻ എഴുതി കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് കമ്പനി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. കമ്പനി നോട്ടീസ് കൊടുത്തിട്ടൊന്നും ആയിരിക്കില്ല ആൾക്കാർ അപേക്ഷ കൊടുത്തത്. ഒരു ജോലി എപ്പോഴെങ്കിലും വേക്കൻസി വരുമ്പോൾ എനിക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ആൾക്കാർ എപ്പോഴെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് അവർ സൂക്ഷിച്ചു വെച്ചത് വേക്കൻസി വരുന്ന സമയത്ത് എടുത്ത് നോക്കി അവരെ എന്താ ചെയ്യും, ഓർഗനൈസേഷനിലേക്ക് വിളിക്കുകയും അങ്ങനെയുള്ളത് ആണ് അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയും. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് കാഷ്വൽ കോളേഴ്സ് ആണ്. ഇപ്പം ഓർഗനൈസേഷനിലിടയ്ക്ക് ചിലപ്പോൾ 3 മാസം 6 മാസമൊക്കെ ലീവുകൾ വരും, കാഷ്വൽ ലീവ് എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ജോലിക്ക് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആ ഒരു 6 മാസത്തേക്ക് വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ 6 മാസത്തേക്ക് അപ്പോയിന്റ് ചെയ്ത് അങ്ങനെ വരുന്ന ജോലിക്കാരാണ് കാഷ്വൽ കോളേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വേക്കൻസി, കൃത്യമായിട്ടൊരു വേക്കൻസി വരുന്ന സമയത്ത് അവരവിടെ എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ളതാണ് കാഷ്വൽ കോളേഴ്സ്. ദെൻ അഡ്വർടൈസ്മെൻറ്റിലൂടെ നമ്മൾ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയാസിലൂടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു. അതാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനടുത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് ആണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി നോക്കിയാൽ നമുക്കറിയാം അവിടെ ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഓർഗനൈസേഷനിൽ ജോബിനേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആൾക്കാരെ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. ദെൻ ക്യാമ്പസ് ഇൻ്റർവ്യൂ. നമ്മൾക്ക് ഇപ്പോൾ ഒരു MTech ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടതെങ്കിൽ MTech ഉള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ആ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ക്യാമ്പസിൽ ചെന്ന് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, എന്നിട്ട് അവരെ എടുക്കുന്നു. അതാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ. ദെൻ ലേബർ കോൺട്രാക്ടേഴ്സ്. ലേബേഴ്സിന് ഓരോ സ്ഥാപനങ്ങൾക്കും കണ്ടെത്തി കൊടുക്കുന്ന ആൾക്കാരാണ് ലേബർ കോൺട്രാക്ടേഴ്സ്. അപ്പോൾ അവരുടെ കയ്യിൽ കുറേ ജോലിക്കാർ അല്ലെങ്കിൽ തൊഴിലാളികളുടെ എന്തുണ്ടാവും, വിവരങ്ങളുണ്ടാവും ലേബർ കോൺട്രാക്ടറുടെ അടുത്ത്. അവരോട് ചോദിച്ചറിയാം ഇന്ന ഒരു ജോലി ചെയ്യാനായിട്ട് അതിനെ പറ്റിയ ആൾക്കാർ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടും. അതാണ് ലേബർ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട്. ഇപ്പം നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പറഞ്ഞാൽ തന്നെ അതേപോലെ ആൾക്കാരുടെ പേരും വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്ന പ്രൈവറ്റ് ഏജൻസികളുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് അവിടെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ട്രേഡ് യൂണിയൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ലേബേഴ്സിന് വേണ്ടിയിട്ടാണ്, തൊഴിലാളികളുടെ യൂണിയനാണ്. അപ്പോൾ അവർക്ക് കുറേ ആൾക്കാരുടെ ഇൻഫോർമേഷൻ ഉണ്ടാവും. ഇനി വേക്കൻസി വരുമ്പോൾ ഞങ്ങളെ അറിയിക്കണേന്നൊക്കെ പറഞ്ഞ് ട്രേഡ് യൂണിയൻ ഇൻഫോം ചെയ്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ട്രേഡ് യൂണിയൻ വഴിയും നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ റെക്കമെൻഡേഷൻസ്. അപ്പോൾ നമുക്ക് അവിടെ ഓർഗനൈസേഷനിൽ ജോബ് നമുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു വേക്കൻസി വരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് അറിയുന്ന ആൾക്കാരോട് പറയും ഇവിടെ അപ്ലൈ ചെയ്തോളാൻ പറയും. അപ്പോൾ എന്നിട്ട് ഇവരെ എടുക്കാനായിട്ട് റെക്കമെൻഡേഷനും കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ റെക്കമെൻഡേഷൻ വഴി ആൾക്കാരെ എടുക്കും. ദെൻ ലീസിങ് എന്ന് പറയുന്നത്, എംപ്ലോയീസിൻ്റെ ലീസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ചില ടോപ്പ് ലെവലിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം സിഒമാരോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ആൾക്കാരെയൊക്കെ ആ കമ്പനിയിലെ ആൾക്കാരെ പറ്റുന്നില്ല എങ്കിൽ അവർ പുറമേ നിന്ന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾഡ് ആയിരുന്നു വരെ ചെയ്തു തരാനായിട്ട് ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ പുറമേ നിന്ന് വേറെ ഓർഗനൈസേഷനിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് എടുക്കും. അവർ കുറഞ്ഞ കാലത്തേക്കേ വരത്തുള്ളൂ, അത് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ചില എക്സ്പേർട്ട് പേഴ്സൺസിൻ്റെ സർവീസ് എടുക്കുന്നതിനെയാണ് ഇവിടെ ലീസിങ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിനൊക്കെ അഡ്വാൻറ്റേജസും ഡീമെറിറ്റ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കാം, ടെക്സ്റ്റിൽ വായിച്ച് നോക്കാം. ദെൻ അടുത്ത പ്രോസസ്സ്, അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. അടുത്ത പ്രോസസ്സ് സെലക്ഷൻ ആണ്. റിക്രൂട്ട്മെന്റിൽ കുറേ പേര് അപ്ലൈ ചെയ്തു, അവരെ കൊണ്ട് ആ സോഴ്സിനെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞത്. അപ്ലൈ ചെയ്ത ആൾക്കാരെ അതിൽ നിന്ന് നമ്മുടെ ജോബിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ് ആണെങ്കിൽ എല്ലാവർക്കും അപ്ലൈ, ആ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം. അതേസമയം സെലക്ഷൻ എന്ന് പറയുന്നത് അത്ര പോസിറ്റീവ് അല്ല. കാരണം അപ്ലൈ ചെയ്തത് ഒരു 1000 പേര് അപ്ലൈ ചെയ്തതിൽ നമ്മൾ ഒരു 50 പേരെയായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 50 പേർക്ക് സെലക്ഷൻ കിട്ടുകയും ബാക്കി എല്ലാവരും റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്.
Selection is the process in which candidates for employment are divided into two classes, those who are to be offered employment and those who are not. അപ്പോൾ ജോലി ലഭിക്കാനായിട്ട് ഓഫറുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുകയും മറ്റുള്ളവരെ സെലക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഡയൽ ഓർഡറാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്ന സ്റ്റെപ്സ് യൂസ്ഡ് ഫോർ സെലക്ടിങ് കാൻഡിഡേറ്റ്സ് ആണ്. കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്? ദർ ഈസ് അബൌട്ട് 11 സ്റ്റെപ്സ്. ഇപ്പോൾ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ, പ്രിലിമിനറി ഇൻ്റർവ്യൂ, ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം, ടെസ്റ്റ്, ഇൻ്റർവ്യൂസ്, ചെക്കിംഗ് റെഫറൻസ്, അപ്രൂവൽ ഓഫ് ദ സൂപ്പർവൈസർ, മെഡിക്കൽ എക്സാമിനേഷൻ, ഫൈനൽ സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. അങ്ങനെ 11 സ്റ്റെപ്സ് ആണ് സെലക്ഷനിലുള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ആണ്. അപ്പം നമ്മൾ റിക്രൂട്ട്മെൻറ്റിൽ ആൾക്കാരെ സോഴ്സിനെ കണ്ടെത്തി അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിച്ചു. അപ്പോൾ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ആപ്ലിക്കേഷൻ ലഭിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുക, എന്നിട്ട് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് വെരിഫൈ ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ച ക്വാളിഫിക്കേഷനുള്ള ആളാണോ ഈ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതിനകത്ത് അയാളുടെ ക്വാളിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അതിനെയാണ് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുടെയൊക്കെ ആപ്ലിക്കേഷൻ നമ്മൾ മാറ്റിവെച്ചു. അത് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിഫിക്കേഷൻ അല്ലാത്തവരും ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അവരുടെ ആപ്ലിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നമുക്ക് റിജക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ നമ്മൾ പ്രിലിമിനറി ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. പ്രിലിമിനറി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പീസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് ഒരു ബോർഡോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. 1-2 പേരെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെ വെച്ചിട്ട്, ഫ്രണ്ട് ഓഫീസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, നമ്മൾ ചെല്ലുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനൊക്കെ ശരിക്കും നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ക്വാളിഫിക്കേഷൻ അതിനകത്ത് ആപ്ലിക്കേഷനിൽ എഴുതിയ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് ശരിയാണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മളെ ഒന്ന് വിലയിരുത്തി വിടുന്നതാണ് പ്രിലിമിനറി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം ആണ്. പറയുന്ന പേര് പോലെ തന്നെ ബ്ലാങ്ക് ആണ്, അതിനകത്തൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം തന്നിട്ട് അതിനകത്ത് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ബയോഡാറ്റ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്പെക്റ്റഡ് സാലറി, റെഫറൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിനു മുമ്പ് ജോലി ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതോ ആയിട്ടുള്ള സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, അതായത് നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയുടെ ഫോൺ നമ്പർ കൊടുക്കുക. അപ്പം അവർക്ക് വിളിച്ച് ചോദിക്കാനാണ് നമ്മളെക്കുറിച്ച്. അപ്പം അങ്ങനെയുള്ള റെഫറൻസൊക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങും നമ്മളെക്കുറിച്ച് ഒരു ധാരണ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. ദെൻ അടുത്തത് ടെസ്റ്റാണ്. അപ്പം നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിന് വേരിയസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ടെസ്റ്റിൽ ഫസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യുക, നമ്മുടെ ഇൻ്റലിജൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഈ ഒരു ജോലിക്കുള്ള ഒരു കഴിവുണ്ട് എന്നാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് അവർ മെഷർ ചെയ്യുന്നത് നമ്മുടെ IQ, EQ ആൻഡ് SQ ആണ്. IQ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, ദെൻ അതേപോലെ തന്നെ EQ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോഷ്യൻറ്റും SQ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഷ്യൻറ്റുമാണ്. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് മെഷർ ചെയ്യാനാണ് IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻ്റലിജൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു 50 to 75 സ്കോറിലാണ് നമ്മുടെ IQ വരുന്നതെങ്കിൽ നമ്മൾ ഏകദേശം 71% ഓഫ് അങ്ങനെ നമ്മളൊരു 50 to 75 IQ ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ എല്ലാ ജോബ്സിലും എന്താ പറയുക ഒരു 71% സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു IQ ഒരു 50 എബോവുള്ള ആൾക്കാർക്ക് ഏത് ജോബ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. EQ എന്ന് പറയുന്നത് ഇമോഷണൽ കോഷ്യൻ്റ് ആണ്. അപ്പോൾ ഇമോഷണൽ കോഷ്യൻറ്റിൽ ഒരു എന്താ പറയുക ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ പല ഇമോഷൻസും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. പെട്ടെന്ന് ദേഷ്യപ്പെടാൻ, മാനേജറാണെന്ന് കരുതി പെട്ടെന്ന് എംപ്ലോയീസിനോട് ദേഷ്യപ്പെടാൻ അങ്ങനെയൊന്നും പാടില്ല. അപ്പം അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ടാവും, അതൊക്കെ കൺട്രോൾഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതാണ് EQ പറഞ്ഞു വെക്കുക. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം സെൽഫ് അവെയർനെസ്, സെൽഫ് മാനേജ്മെൻറ്റ്, സോഷ്യൽ സ്കില്ല്, സോഷ്യൽ അവെയർനെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ EQയിൽ ആവശ്യമാണ്. ദെൻ SQ സ്പിരിച്വൽ കോഷ്യൻ്റ്. ഒരു എംപ്ലോയി നല്ല രീതിയിൽ ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ
അയാൾക്ക് സ്പിരിച്വൽ കോഷ്യന്റ്, ആത്മീയമായിട്ടുള്ളൊരു ഡെവലപ്മെന്റ് ആവശ്യമാണെന്നുള്ളതാണ് SQ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്. ഇത് മാത്രമല്ല പല ടെസ്റ്റുകളുണ്ട്. അതിൽ സെക്കൻഡ് വൺ ട്രേഡ് ടെസ്റ്റ് ആണ്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള നമ്മുടെ നോളജ്, സ്കില്ല് ഇതൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് ടെസ്റ്റ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ബിസിനസ് ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് നല്ല നോളജ് ഉണ്ടെന്നൊക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ട്രേഡ് ടെസ്റ്റ്. പിന്നെ നമ്മുടെ അഭിരുചി അറിയുന്നതിന് വേണ്ടി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. പിന്നെ നമുക്ക് എന്തിനോടാണ് കൂടുതൽ താല്പര്യം എന്നറിയാൻ വേണ്ടി ഇൻട്രസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. പിന്നെ നമ്മുടെ എന്താ പറയുക വ്യക്തിത്വം അളക്കുന്നതിന് വേണ്ടി പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. നമ്മുടെ ബിഹേവിയർ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് നമുക്ക് ഏത് രീതിയിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് നമ്മളെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇത് ഇങ്ങനെ ഉള്ള വേരിയസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിൽ ഏതായിരിക്കും നല്ലൊരു ടെസ്റ്റ് എന്ന് അറിയണമെങ്കിൽ ആ ടെസ്റ്റ് എത്രമാത്രം റിലയബിൾ ആണ്, വാലിഡ് ആണ്, ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. ഇതാണ് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ നമ്മൾ സെലക്ഷനിലെ 4 സ്റ്റെപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ളത് 5ാമത്തെ സ്റ്റെപ്പ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് പ്രോസസ്സാണ്. അതായത് നമ്മളെ എടുക്കേണ്ട കമ്പനിയിലെ ആളും നമ്മളും തമ്മിലൊരു ഫേസ് ടു ഫേസ്, ആരെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് അവരും തമ്മിലുള്ളൊരു ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ആണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ശരിക്കും വന്നിരിക്കുന്ന ആളെ നമുക്ക് എന്താ പറയുക അയാളുടെ റെസ്പോൺസും അവരുടെ ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ഒക്കെ നേരിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സ്കോട്ട്, ആൻ ഇന്റർവ്യൂ ഈസ് എ പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ദ ആൻസറിങ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ 2 or more persons ആണ്. അപ്പോൾ 1, 2 അതിൽ കൂടുതൽ ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസും ക്വസ്റ്റ്യൻ ചോദിക്കലും അതിൻ്റെ ആൻസറിങ്ങും ഇങ്ങനെയുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫേസ് ടു ഫേസ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിന് വന്നിട്ടുള്ള ആളുടെ സ്വഭാവം, അയാളുടെ മാനറിസം, അയാളുടെ റിയാക്ഷൻ, ഫ്ലുവൻസി ഇൻ സ്പീച്ച്, അയാളുടെ ഹ്യൂമർ സെൻസ്, ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള എബിലിറ്റി, അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, കൾച്ചർ, അഷ്യൂർഡ്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതേപോലെ അടുത്തത് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ ആണ്. എങ്ങനെയൊക്കെയുള്ള ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയാം. അടുത്തത് ചെക്കിംഗ് റെഫറൻസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റിയ ഓർഗനൈസേഷനിൽ ഇതിനു മുൻപ് ജോലി ചെയ്ത ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനത്തിലെയോ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ റെഫറൻസ് നമ്പർ കൊടുക്കുക. അപ്പോൾ അവരോട് നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വിളിച്ച് ചോദിക്കും ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് എന്നുള്ള നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ ചോദിക്കും. അതാണ് ചെക്കിംഗ് റെഫറൻസ്. അപ്പോൾ അതിന് അവരുടെ ഫോൺ നമ്പർ കൊടുക്കണം. ദെൻ നമ്മളെക്കുറിച്ച് എന്താ പറയുക ഇൻഫോർമേഷൻ ഇൻ്റർവ്യൂവിലൂടെയൊക്കെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മളെ ഇൻഫോർമേഷൻസ് ആരാണോ നമ്മളെ അപ്രൂവ് ചെയ്യേണ്ടത് ആ സൂപ്പർവൈസറിന് നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മുടെ പേര്, നമ്മളുടെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തപ്പോഴുള്ള മാർക്കും നമ്മുടെ എന്താ പറയുക ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. എന്നിട്ട് അവരാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ അപ്രൂവൽ സൂപ്പർവൈസറിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചാൽ മാത്രമേ നമുക്ക് സെലക്ഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ അപ്രൂവലിന് സൂപ്പർവൈസറായി കൊടുക്കും. പിന്നെ ഒരു ജോലിക്ക് നമ്മൾ ഫിറ്റാണ്, ഫിസിക്കലി മെൻ്റലി ഒക്കെ ഫിറ്റാണെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അപ്പം നമ്മുടെ ജോലിക്ക് എന്താ പറയുക ആരോഗ്യപരമായിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി അതിൻ്റെ റിസൾട്ട് ആവശ്യമാണ്. അതിനുശേഷമാണ് ഫൈനൽ സെലക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെ ഫൈനലി ആ ഒരു ജോബിലേക്ക് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ നമ്മൾ അല്ലെങ്കിൽ ഏത് ജോബിലേക്കാണോ സെലക്ട് ചെയ്തത് ആ ജോബിൽ കൊണ്ടുപോയി നമ്മൾ ആക്കുന്ന പ്രോസസ്സിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ് മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ ആ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അതിൻ്റെ മാനേജർ എന്ന ക്യാബിനിൽ നമ്മളെ ആക്കുന്നതിനെ പ്ലേസ്മെന്റ് എന്ന് പറയും. നമ്മുടെ ആ പൊസിഷനിൽ കൊണ്ട് ആക്കുക, അതാണ്. ദെൻ അടുത്തത് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ ആണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ആ സ്ഥാപനത്തിൽ, നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും പരിചിതമല്ല.
അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ നൽകുന്ന പ്രോസസ്സിനെയാണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ. എക്സാമിന് ചോദിക്കാൻ വേണ്ടി മെൻ ബൈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ. സെയിം മീനിങ് ആണ് രണ്ടിനും. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ആയിരിക്കുന്ന സ്ഥാപനത്തെ പരിചയപ്പെടുന്ന നമ്മളെ അവർക്കും അവരെ നമുക്കും പരിചയപ്പെടുന്ന പ്രോസസ്സിനെയാണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ആ ഓർഗനൈസേഷനെ കുറിച്ച്, അതിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച്, അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻ. ഇനി അതിന്റെ ഹിസ്റ്ററി, എപ്പോൾ സ്ഥാപിതമായതാണ് ഈ ഓർഗനൈസേഷൻ, ഇവിടെ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, അങ്ങനെ. പിന്നെ അവിടുത്തെ ക്യാൻറ്റീൻ ഫെസിലിറ്റി, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളെ കുറിച്ച് ഒക്കെയുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന്റെ ഡിഫറൻസും അതേപോലെ തന്നെ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റിന്റെ ഡിഫറൻസും ഉണ്ടൊക്കെ. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് നോക്കുക. പിന്നെ വേറൊരു പോയിന്റ് പറയാൻ ഞാൻ പറഞ്ഞത്, ഇതിൽ 5th പോയിന്റ് ആണ് ഇന്റർവ്യൂ. സെലക്ഷന്റെ 5th പ്രോസസ് ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഇന്റർവ്യൂവിൽ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഏതാണെന്നും കൂടി ഒന്ന് നോക്കാം. ഫോർമൽ ഇന്റർവ്യൂ ഉണ്ട്, അതായത് നമ്മൾ പിന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഫോർമലായിട്ട് നടത്തുന്ന ഇന്റർവ്യൂവിനെയാണ് ഫോർമൽ ഇന്റർവ്യൂ എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് നേരത്തെ തന്നെ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും എന്നൊക്കെ മുൻകൂട്ടി കാൻഡിഡേറ്റിനെ അറിയിച്ച് നടത്തുന്ന ഇന്റർവ്യൂ ഫോർമൽ ഇന്റർവ്യൂ. അതേസമയം മുൻകൂട്ടി ഒന്നും പറയാതെ ജസ്റ്റ് ഒരു എന്താ പറയുക, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ അറിയ പോലും ഇല്ല ഇത് ഇന്റർവ്യൂ ആണ്, അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് ഇൻഫോർമൽ ഇന്റർവ്യൂ എന്ന് പറയാം. അടുത്ത പാറ്റേൺ ഇന്റർവ്യൂ ആണ്. പാറ്റേൺ ഇന്റർവ്യൂ സിസ്റ്റമാറ്റിക്കലി കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടാവും. ഓരോ കാൻഡിഡേറ്റിനെ എത്ര നേരം ഇന്റർവ്യൂ ചെയ്യണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നൊക്കെ നേരത്തെ തന്നെ കൃത്യമായിട്ട് ഒരുങ്ങി ചെയ്യുന്നതാണ് പാറ്റേൺ ഇന്റർവ്യൂ. ദെൻ നോൺ ഡയറക്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് ഏതെങ്കിലും ഒരു ജനറൽ ടോപ്പിക്കിനെ കുറിച്ച് അവരുടെ വ്യൂസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് അവർ പറയുമ്പം അവരെ മെഷർ ചെയ്യുന്നതാണ് നോൺ ഡയറക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ദെൻ ഡെപ്ത് ഇന്റർവ്യൂ, ഒരു എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം നോളജ് വേണം ആ ജോലി ചെയ്യാനെങ്കിൽ, അങ്ങനെയുള്ള സമയത്ത് കണ്ടക്ട് ചെയ്യുന്നതാണ് ഡെപ്ത് ഇന്റർവ്യൂ. ഇപ്പോൾ ഒരു സബ്ജക്റ്റ്, ഒരു ടീച്ചറെയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഈ ടീച്ചർക്ക് എത്രമാത്രം നോളജ് ഉണ്ടെന്നൊക്കെ മെഷർ ചെയ്യാനായിട്ടാണ് ഡെപ്ത് ഇന്റർവ്യൂ. അപ്പോൾ എത്രയും ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെന്ന് മെഷർ ചെയ്യാനായിട്ട് ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ദെൻ സ്ട്രെസ് ഇന്റർവ്യൂ, അപ്പം നമ്മൾ ആൾക്കാർക്ക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, കാൻഡിഡേറ്റിന് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സമയത്ത് എങ്ങനെ ഇവർ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് ഇവരുടെ ഇന്റർവ്യൂവിലുള്ള ഇവരുടെ പെർഫോമൻസ്. സ്ട്രെസ് വരുമ്പോൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ ഇമോഷൻസ് നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെയാണ് അവരവിടെ വിലയിരുത്തുക. അപ്പോൾ അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് സ്ട്രെസ് ഇന്റർവ്യൂ. പിന്നെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഒന്നിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. അപ്പോൾ അതിനകത്ത് ഓരോ ടോപ്പിക്ക് ഡിസ്കഷനൊക്കെ തരും. അപ്പോൾ അങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ ആ ഡിസ്കഷനിൽ എങ്ങനെ പങ്കെടുക്കുന്നു, എങ്ങനെ ആക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ബോർഡ് ഇന്റർവ്യൂ ആണ്. എക്സ്പേർട്ടിൻ്റെ ഒരു ബോർഡ്, ഇപ്പോൾ ഒരു 7 മെമ്പേഴ്സിൻ്റെയോ 9 മെമ്പേഴ്സിൻ്റെയൊക്കെ ഒരു ബോർഡ് ഫോം ചെയ്തിട്ട് അത്, അപ്പോൾ അതിനകത്ത് എന്താ പറയുക, മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും, എക്സ്പേർട്ട് പേഴ്സൺ ഉണ്ടാവും, പിന്നെ ഗവൺമെൻറ് നോമിനി ഉണ്ടാവും, ഓർഗനൈസേഷനിൽ നിന്നുള്ള വേറൊരു ആൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പാനൽ ഫോം ചെയ്തിട്ട് ആ പാനൽ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് നേരത്തെ ഒന്നും പറയാതെ ഓൺ ദ സ്പോട്ടിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന്, അവിടെ ക്വാളിഫൈഡ് ആൾക്കാർ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരിക, അങ്ങനെ പറഞ്ഞിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. അപ്പോൾ നമുക്ക് ആ പറഞ്ഞ സ്പോട്ടിൽ നമ്മൾ ആ സമയത്ത് ചെന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. മുൻകൂട്ടി അപ്ലൈ ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യേണ്ട, അതാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. പിന്നെ ക്യാമ്പസുകളിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ശരിക്കും ആളെ എടുക്കാനുള്ള ഇന്റർവ്യൂ അല്ല, ഒരു ജോബിൽ നിന്ന് അവർ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് ആ ഓർഗനൈസേഷനെ കുറിച്ച് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഇന്റർവ്യൂ ആണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓൾ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഈ ചാപ്റ്റർ 3rd പാർട്ടോടെ ഇവിടെ തീരുകയാണ്.